ഹൈസ്കൂൾ വയലിൻ വിഭാഗത്തിലെ രണ്ട് പ്രതിഭകളാണ് ഇപ്പോൾ എൻ്റെ ഇടത്തേറ്റത്തും വലത്തേറ്റത്തുമായി നിൽക്കുന്നത്. ഇടത്തേറ്റത്ത് നിയയാണ്, ഹൈസ്കൂളിലാണ്, കാർമൽ ചാലക്കുടിയിലാണ്. വലത്തേറ്റത്ത് ഹാനിയിലാണ്, സെൻറ്റ് ആൽബർട്ട്സ് HSS സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്നു. ഇരുവരുടെയും ഒരു പ്രകടനത്തിലേക്ക് നേരെ പോവാം. ആദ്യം ചാലക്കുടി കാർമൽ സ്കൂളിലെ നിയയെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിയ, ഹൈ ആൻഡ് അടിപൊളി പെർഫോമൻസ്. താങ്ക് യു. എന്താണ് മാഷിനെ പറ്റിയും സ്കൂളിനെ പറ്റിയും ഇപ്പോൾ ഈ എത്ര വർഷമായി വയലിൻ പഠിക്കുന്നു? ഇപ്പോൾ 2 വർഷമായി. ഇത്ര വായിക്കാൻ പറ്റിയത് ഫാമിലി സാറിൻ്റെ ഒക്കെ സപ്പോർട്ടാണ്. ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ സദാനന്ദ മാഷിൻ്റെ സ്ഥലത്താണ്. നന്നായി പഠിപ്പിക്കും, അതുകൊണ്ടാണ് ഇത്രയൊക്കെ സ്റ്റേജ് വരെയൊക്കെ എത്താൻ പറ്റിയത്. സോ എനിക്ക് താങ്ക് യു ഫോർ ഓൾ ഹു സപ്പോർട്ടഡ് മീ. ഓക്കെ, എന്താണ് ഈ വയലിനിലോട്ട് തിരിയാനുള്ള കാരണം? 2 വർഷമായെന്ന് പറയുന്നു, അതുകൊണ്ട് ആ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? എൻ്റെ ചേച്ചിമാർ 2 പേരും വയലിൻ വായിക്കായിരുന്നു. സോ ചെറുപ്പത്തിൽ തൊട്ട് വയലിൻ കേട്ട് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ വയലിൻ പഠിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് സോളോ ആയിട്ടൊരു പെർഫോമൻസ് വെച്ചാലോ? അത് ചേച്ചിയാണോ? ഈ ചേച്ചിയാണോ വയലിൻ വായിക്കുന്നത്? ചേച്ചി വന്ന് നമുക്ക് മത്സരാർത്ഥി അല്ലാത്ത നിയയുടെ ചേച്ചിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി വയലിൻ വായിക്കുമെന്ന് പറയുമ്പോൾ ചേച്ചി വിടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പഴയ സ്റ്റേറ്റ് വന്നിട്ടുള്ള പാർട്ടിസിപ്പന്റ് ആയിരുന്നു. പറയൂ, എന്താണ് പേര്? ജൂലിയ. ഓക്കെ, എത്ര വർഷമായി വയലിൻ പഠിക്കുന്നത്? ഞാനൊരു 10-12 ഇയേഴ്സ് പഠിച്ചു. പക്ഷെ ഞാൻ പഠിച്ചത് ഈസ്റ്റേൺ ആണ്. നിയ വെസ്റ്റേൺ ആണ് വായിക്കുന്നത്. അപ്പോൾ നിയയുടെ വെസ്റ്റേൺ കേട്ടോ, നമുക്ക് നീ ജൂലിയയുടെ ഈസ്റ്റേണും കൂടെ കേൾക്കാം. ഇതിൽ ഓക്കെ ആവില്ല? ഓക്കെ ആവില്ല, ശരിക്കും ഓക്കെ ആവില്ല. ട്യൂണിംഗ് ഒക്കെ മാറ്റണം. ഓക്കെ, എന്തായാലും ചേച്ചി 2 ചേച്ചിമാരല്ലേ? 2 ചേച്ചിമാരും വയലിനിസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു പാതയിൽ തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. എത്രമാത്രം പ്രതീക്ഷയുണ്ട് തവണത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ട്?
നല്ല പ്രതീക്ഷയുണ്ട് കിട്ടായിരിക്കും. അമ്മ പറഞ്ഞു ജഡ്ജസ് ഒക്കെ ഞെട്ടിയിരുന്നു. അമ്മ ഞാനത് കേട്ടിരുന്നു അത് പറഞ്ഞത്. ഉണ്ടായിരുന്നു ജഡ്ജസിനെ നോക്കിയായിരുന്നു? ഇല്ല, ഞാൻ നോട്ടും ഓഡിയൻസിനെ നോക്കി, ജഡ്ജസിനെ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു നിയ. താങ്ക് യു. അടുത്തത് പരിചയപ്പെടാനുള്ളത് ഹാനിയലിനെയാണ്. സെൻറ്റ് ആൽബർട്ട്സ് HSS എറണാകുളത്താണ് ഹാനിയിൽ പഠിക്കുന്നത്. ഹാനിയിലോട്ട് തന്നെ നേരിട്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഹാനിയിൽ എത്ര വർഷമായി വയലിൻ പഠിക്കുന്നു? 7 വർഷമായി. എന്താ വയലിനുള്ള ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം? എനിക്ക് മറ്റേ എല്ലാവരും ഇങ്ങനെ വയലിൻ വായിക്കണം, നല്ല രസമാണ് എൻ്റെ ശബ്ദം കേൾക്കാൻ. അപ്പോൾ ഞാൻ പപ്പ എടുത്ത് വയലിൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ പപ്പ വയലിൻ വായിച്ചുകൊണ്ട് വന്ന് പണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. 2ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. എന്നാ ആദ്യം പഠിപ്പിച്ചത് ആൽബിൻ സാറായിരുന്നു. ഇപ്പോൾ പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ലോണം പഠിപ്പിക്കും. പപ്പ ഭയങ്കര സപ്പോർട്ടാണ്. പപ്പ കീബോർഡ് വായിക്കണം. അമ്മയും സപ്പോർട്ടൊക്കെയാണ്. എൻ്റെ ഫാമിലി മുഴുവൻ സപ്പോർട്ടാണ്. ഈ മാഷിൻ്റെ അടുത്ത് തന്നെയാണ് 7 വർഷമായിട്ട് പഠിക്കുന്നത്? അല്ല, ഒരു 3 വർഷമായി പ്രദീപ് സിംഗ് എടുത്ത് പഠിക്കണം. ബാക്കിയെല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ ഹെറാൾഡ് സാർ എന്ന് പറഞ്ഞു. പിന്നെ കരോൾ സാർ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ പോയി അവിടെ നിന്ന് അത്രയും ദൂരം പോകാൻ വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഹാനിയിലെ വിശേഷങ്ങൾ പറഞ്ഞു. പക്ഷേ ഹാനിയിൽ ഒരു സോളോ പെർഫോമൻസിന് വേണ്ടി എന്തായാലും കാത്തിരിക്കുന്നുണ്ടോ? ഇതാണ് വൈകുന്നത്. ആകാശമാകെ. നേരെ പോവാം. ഓക്കെ. If music is life, then violin is its soul. ആത്മാവിനെ നെറുകയിൽ പിടിക്കുന്ന ഈ 2 പ്രതിഭകളോടൊപ്പമാണ് ഞാൻ എൻ്റെ ഈ സ്റ്റോറി സൈൻ ഓഫ് ചെയ്യുന്നത്. ഇതുപോലെ വയലിൻ സ്നേഹികൾക്കും വയലിൻ പ്ലേ ചെയ്യുന്നവർക്കുമൊക്കെ ഒരു നല്ല നമസ്കാരം. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, News 18.